റേ ഒപ്റ്റിക്സ്. ലൈറ്റ് റേസിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് വിശദീകരിക്കുന്ന ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ് റേ ഒപ്റ്റിക്സ്. ഇൻ റേ ഒപ്റ്റിക്സ് വി ഡിസ്കസ് വിത്ത് റിഫ്ലെക്ഷൻ, റിഫ്രാക്ഷൻ, dispersion, etc. First of all, what is reflection of light? We know when light is incident on a surface, it partially reflected back and partially absorbed by the surface and remaining is transmitted through the surface. Mirrors are used to reflect light efficiently. What is ray of light? The path along which a light wave travels is called a ray of light. Now, beam of light. A bundle of ray of light is called beam of light. Angle of incidence. The angle between incident ray and the normal is called angle of incidence. And the angle between reflected ray and the normal is the angle of reflection. ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇൻസിഡൻറ്റ് റേയ്ക്കും നോർമലിനും ഇടയിലുള്ള ആംഗിൾ, റിഫ്ലക്റ്റഡ് റേയ്ക്കും നോർമലിനും ഇടയിലുള്ള ആംഗിൾ. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ബൈ പ്ലെയിൻ മിററാണ് നമ്മളിവിടെ ഈ ഫിഗറിൽ കാണുന്നത്. ദെൻ ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ഫസ്റ്റ് ലോ ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈക്വൽസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദ ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ and the normal to the reflecting surface at the point of incidence lie in the same plane. What are the characteristics of image formed by plane mirrors? They are: the image is as far as behind the mirror as the object is in front of it. Size of the image is same as that of object. Image formed is virtual, that cannot be produced on a screen. അതിനെയാണ് നമ്മൾ വെർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഇമേജ് ഈസ് ഇറക്റ്റ് ആൻഡ് ലാറ്ററലി ഇൻവേർട്ടഡ്. എന്താണ് സ്ഫെറിക്കൽ മിറേഴ്സ്? ദ പോർഷൻ ഓഫ് എ റിഫ്ലക്റ്റിംഗ് സർഫസ് വിച്ച് ഫോംസ് എ പാർട്ട് ഓഫ് എ സ്ഫിയർ ഈസ് കോൾഡ് എ സ്ഫെറിക്കൽ മിറർ. ദേ ആർ ഓഫ് ടു ടൈപ്സ്, കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ. Concave mirror is having a reflecting surface towards the center of the sphere. And for convex mirror, reflecting surface away from the center of sphere. ഇനി നമുക്ക് കുറച്ച് ഡെഫിനീഷൻസ് പരിചയപ്പെടാം. സെൻറ്റർ ഓഫ് കർവേച്ചർ. ദ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ ഓഫ് വിച്ച് ദ മിറർ ഫോംസ് എ പാർട്ട്. മിററുമായി ബന്ധപ്പെട്ട ഡെഫിനീഷൻസ് ആണ്. Second one is radius of curvature r. The radius of the sphere of which the mirror forms a part. Pole is the geometric center of a spherical mirror. Principal axis is the line joining pole and the center of curvature. And aperture, it is the diameter of the mirror. Principal focus, the point at which a narrow beam of light incident on the mirror parallel to its principal axis after reflection from the mirror meets or appears to come from. ആ പോയിന്റിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. റിഫ്ലക്ഷന് ശേഷം ഏതു പോയിന്റിലാണോ മീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതു പോയിന്റിൽ നിന്നാണോ മീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്, ആ പോയിന്റിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ഫോക്കൽ ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ആൻഡ് ദ പ്രിൻസിപ്പൽ ഫോക്കസ്. വാട്ട് ഈസ് മെൻ ബൈ സ്ഫെറിക്കൽ അബറേഷൻ? മിറേഴ്സിൻ്റെ ഒരു ഇന്നബിലിറ്റിയാണ് സ്ഫെറിക്കൽ അബറേഷൻ. മിറേഴ്സിലൂടെ കടന്നു വരുന്ന മാർജിനൽ റേസ്, അതായത് ലൈറ്റ് റേസിനെയാണ് നമ്മൾ പറയുന്നത്. പ്രിൻസിപ്പൽ ആക്സിസിന് അടുത്തുള്ള ലൈറ്റ് റേസ് ആണെങ്കിൽ സെൻട്രൽ റേസ് എന്നും, അകലെയുള്ള ലൈറ്റ് റേസ് ആണെങ്കിൽ മാർജിനൽ റേസ് എന്നും നമ്മൾ പറയുന്നു. ഈ ലൈറ്റ് റേസിനെ ഒരേ ഒരു പോയിന്റിലേക്ക്, അതായത് സിംഗിൾ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയാത്ത ഒരു
അവസ്ഥ. അതിനെയാണ് നമ്മൾ സ്ഫെറിക്കൽ അബറേഷൻ എന്ന് പറയുന്നത്. The inability of a spherical mirror of large aperture to focus the marginal rays and central rays at a single point is called spherical aberration. മിററിൽ ഇമേജ് ഫോർമേഷൻ നടക്കുമ്പോൾ നമ്മളെടുക്കുന്ന സൈൻ കൺവെൻഷൻ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്നാണ് അതറിയപ്പെടുന്നത്. According to this convention, all distances are measured from the pole of the mirror or optical center of the lens. ലെൻസ് ആയാലും മിറർ ആയാലും ഒപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്നോ അല്ലെങ്കിൽ പോളിൽ നിന്നോ ആണ് നമ്മൾ എല്ലാ ഡിസ്റ്റൻസസും മെഷർ ചെയ്യുന്നത്. ദ ഡിസ്റ്റൻസസ് മെഷേർഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദ ഇൻസിഡൻറ്റ് റേ ആർ ടേക്കൺ ആസ് പോസിറ്റീവ്. ഇൻസിഡൻറ്റ് റേയുടെ സെയിം ഡയറക്ഷനിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ ദേ ആർ ടേക്കൺ ആസ് പോസിറ്റീവ്, ആൻഡ് ദോസ് മെഷേർഡ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് റേ ആർ ടേക്കൺ ആസ് നെഗറ്റീവ്. The heights measured upwards with respect to x-axis and normal to principal axis of the mirror or lens is taken as positive, and the heights measured downwards are taken as negative. ഒരു മിററിൽ സൈൻ കൺവെൻഷൻ നമ്മളൊരു പിക്ചർ മുഖേന ഒരു ഫിഗറിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ എടുക്കുന്നതെന്ന്. നൗ ഒരു കോൺകേവ് മിററിൽ റിഫ്ലക്ഷൻ നടക്കുന്നത് എങ്ങനെയാണെന്നാണ് എ എന്ന ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ആഫ്റ്റർ റിഫ്ലക്ഷൻ എഫ് എന്ന പോയിന്റിൽ അത് ഫോക്കസ് ചെയ്യുന്നു കോൺകേവ് മിററിൽ, സെയിം സൈഡിൽ തന്നെ. ബട്ട് നെക്സ്റ്റ് ഈസ് എ കോൺവെക്സ് മിറർ. കോൺവെക്സ് മിററിൽ ഇത് ഡൈവേർജ് ചെയ്യുന്നതായിട്ട് തോന്നുകയാണ് ചെയ്യുന്നത് ഒരു പോയിന്റിൽ നിന്ന്. കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യല്ല, ഒരു ഫോക്കസിൽ നിന്ന് ഡൈവേർജ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു, ഫിഗറിൽ കാണാൻ സാധിക്കുന്നു. അപ്പോൾ കോൺവെക്സ് മിററിലെ ഇമേജ് ഫോർമേഷൻ കോൺകേവ് മിററിൽ നിന്നും എൻറ്റയർലി ഡിഫറൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വരുന്നതാണ് ഇൻസിഡൻറ്റ് റേസ്. ആഫ്റ്റർ റിഫ്ലക്ഷൻ കാണുന്നതാണ് റിഫ്ലക്റ്റഡ് റേസ്. ഫോക്കസ്, പോൾ, സെൻറ്റർ ഓഫ് കർവേച്ചർ, ഇതൊക്കെ നമ്മൾ ഈ ഫിഗറിൽ രണ്ട് ഫിഗേഴ്സിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. നൗ റിലേഷൻ ബിറ്റ്വീൻ ഫോക്കൽ ലെങ്ത് ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ സ്ഫെറിക്കൽ മിറർ. ഒരു സ്ഫെറിക്കൽ മിററിൻ്റെ കേസിലുള്ള റിലേഷൻ ബിറ്റ്വീൻ ഫോക്കൽ ലെങ്ത് ആൻഡ് റേഡിയസ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു r/2. ഇതെങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഒരു കോൺകേവ് മിററും കോൺവെക്സ് മിററും ഉള്ള ഒരു രണ്ട് റേ ഡയഗ്രംസ് തന്നിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യത്തിന് കോൺകേവ് മിറർ മാത്രം എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് കേസ്, ഫ്രം ദ ഡയഗ്രം ആംഗിൾ MCP, ഫസ്റ്റ് ഡയഗ്രത്തിൽ നിന്ന് ആംഗിൾ MCP ഇസ് ഈക്വൽ ടു തീറ്റ ആൻഡ് ആംഗിൾ MFP ഇസ് ഈക്വൽ ടു 2 theta. Now tan theta is equal to MD by CD and tan 2 theta is equal to MD by FD. ആദ്യമായി ഈ ഫിഗർ തന്നെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഈ ഫിഗറിൽ മിററിലേക്ക് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വരുന്ന ഒരു ലൈറ്റ് റേ ഫോക്കസിലൂടെയും മറ്റൊരു ലൈറ്റ് റേ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെയും പാസ് ചെയ്യുന്നു. ആംഗിൾസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫോക്കസ്, സെൻറ്റർ ഓഫ് കർവേച്ചർ. പോളിന് അടുത്തായിട്ട് D എന്നൊരു പോയിൻ്റ് കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ പോളാണ് P എന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അവിടെ നിന്നാണ് നമ്മൾ ആംഗിൾ MCP is equal to തീറ്റ, ആംഗിൾ MFD is equal to 2 theta, tan theta is equal to MD by CD, tan 2 theta is equal to MD by FD. രണ്ട് ട്രയാങ്കിൾസും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഈ റിലേഷൻസിലേക്ക് എത്തിയത്. ഫോർ സ്മോൾ തീറ്റ, തീറ്റ വെരി സ്മോൾ ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് tan theta is equal to തീറ്റ ആൻഡ് tan 2 theta is equal to 2 theta. Therefore, we can write
MD by FD is equal to tan theta by tan 2 theta, that is theta by 2 theta, is equal to 2 into MD by CD, or FD is equal to CD by 2. ഇങ്ങനെയാണ് നമുക്ക് ആ റിലേഷനിലേക്ക് എത്താൻ സാധിക്കുന്നത്. അപ്പോൾ ടാൻ തീറ്റയ്ക്ക് പകരം നമ്മൾ വെറും തീറ്റ എന്നും ടാൻ 2 തീറ്റയ്ക്ക് പകരം 2 തീറ്റ എന്നും കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നു MD by FD is equal to 2 into MD by CD എന്ന്. സോ വി ക്യാൻ റൈറ്റ് FD is equal to CD by 2. ഇവിടെ FD എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് F ആണ്. CD എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചർ R ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ് വി ഗെറ്റ് F is equal to R by 2. അപ്പോൾ ഈ റേ ഡയഗ്രാം കൃത്യമായി വരയ്ക്കുന്നതിലാണ് ഈ റിലേഷൻസ് പഠിക്കുന്നതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്.